എടാ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് മറുപടി പറയാൻ നിൽക്കുക. അത് ചിന്തിക്കണം ആദ്യം കേട്ടോ. ആദ്യം ചിന്തിക്കണം. ചിന്തിച്ചിട്ട് മറുപടി പറയാം കേട്ടോ. ഒന്നും അല്ലെങ്കിൽ ഞാനേ വിദ്യാധരം പക്ഷെ 10-15 പിള്ളേരെ ഞാൻ വിദ്യാഭ്യസിച്ചുള്ള ഒരു മാറ്റാണ് ഞാൻ. അറിയാമോ, എന്റെ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികൾ വരെ പഠിപ്പിച്ച് ഉന്നത നിലയിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ പൗഡറും സോപ്പും ബദാമും ഒക്കെ കൊണ്ടുവരും. ഞാൻ നിന്ന് തിന്നുകയും ചെയ്യും. ആ വിദ്യാധരം മാഷ് പറയുന്നു, ഒരാഴ്ച സമയത്തിനുള്ളിൽ നിന്നെ ഞാൻ പഠിപ്പിച്ചെടുത്തിരിക്കുക. അറിയാമോ, ഒരാഴ്ച സമയത്തിനുള്ളിൽ ഇവനെ ഞാൻ പഠിപ്പിച്ച് റെഡിയാക്കി തരും. നിങ്ങൾ ഇവന്റെ ഫ്ലെക്സ് അടിക്കാൻ തയ്യാറായിട്ടിരുന്നു. 10ാം ക്ലാസ് ഇവൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവും. പാസ് ക്ലാസ്സോടെ ഇല്ലടാ പാസ്സാവില്ലടാ. നീ പാസ്സാവും പാടാ. ചരമ ഫ്ലെക്സ് അടിക്കാൻ പറഞ്ഞു. എടാ നിന്ന വാ, നീ വാ വരട്ടെ. നന്നാവൂല, ഒരു കാര്യമില്ല, നന്നാവാൻ പോണില്ല. നിങ്ങൾ എന്തിനാ എപ്പോഴും അവൻ നന്നാവൂല എന്ന് പറയണത്? എപ്പോഴും അങ്ങനെ ഒന്നല്ല അവന്റെ അടുത്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒന്നുകിൽ തന്തയ്ക്ക് ബുദ്ധി വേണം, അല്ലെങ്കിൽ തള്ളയ്ക്ക് ബുദ്ധി വേണം. ഇത് രണ്ടുപേർക്കും ഇല്ല. മോന് വേണോന്ന് പറഞ്ഞാ ഒരു ന്യായം വേണ്ടേ പറയണതിന്? ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തോന്ന് പറയട്ടെ? എന്റെ മോനാണെന്ന് എനിക്കറിയാം. പിന്നെ അലക്ഷരം പഠിച്ച നമ്മക്കല്ലേ എന്റെ ഗുണം. വേറൊന്നുമല്ല, ഞാൻ വല്ല പറഞ്ഞ് പിണങ്ങി പോയാലേ ബസിന്റെ ബോർഡെങ്കിലും വായിക്കാൻ അറിയണ്ടേ. മാന്നാർ പോണ ബസ്സിൽ കയറി മൂന്നാർ പോയാ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, എന്തൊരവസ്ഥ! ഒരു കുഴപ്പമില്ല. മാന്നാറിനേക്കാളും നല്ലത് മൂന്നാറാണ്. അവിടെ ആകുമ്പോ മലയുണ്ട്, കുന്നുണ്ട്, നിറച്ച് തേയിലത്തോട്ടമുണ്ട്, നല്ല തണുപ്പുമാണ്. അടിപൊളി സ്ഥലം. ഒരാളും കൊണ്ടോ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. 10ാം ക്ലാസ് ജയിക്കാത്തൊരു മോനും ഒരു തള്ളയും വന്നു. ഓ വിദ്യാധര മാഷ് രക്ഷപ്പെടൂല്ലേ എന്റെ മോൻ? എന്റെ മോൻ രക്ഷപ്പെടൂല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ അത് പിന്നെ പഠിക്കാത്തോണ്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ മകനെ കുറിച്ച് പറഞ്ഞത്? അത് വാഴാന്നൊക്കെ എന്ത് കേട്ടില്ല ഉറക്കെ പറ. വാഴാന്ന് പറഞ്ഞു. അവൻ വെറും വാഴയല്ല, അവനാണ് മരവാഴ. പഠിക്കൂല. എന്റെ പൊന്നെ, ഇതുപോലൊരു മണ്ടൻ ചെറുക്കന എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഫിസിക്സിന്റെ ബുക്ക് എടുക്കാൻ പറഞ്ഞ അവൻ എക്സസൈസ് ചെയ്യും. കെമിസ്ട്രി പഠിക്കാൻ പറഞ്ഞ അവൻ ജോമെട്രി ബോക്സ് എടുക്കും. എല്ലാം പോട്ട്. ഇലക്ട്രിസിറ്റിയുടെ പിതാവ് ആരെന്ന് നോക്കിയപ്പോ ലൈൻമാൻ എന്ന്. കൂട്ടാറിയില്ല, കുറക്കാറിയില്ല. എങ്ങനെയെങ്കിലും കണക്ക് പഠിക്കട്ടെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, രാമുവിന്റെ കയ്യിൽ ഒരു 5 തേങ്ങയുണ്ട്, ദിനേശന്റെ കയ്യിൽ ഒരു 10 തേങ്ങയുണ്ട്. രാമുവിന്റെ കയ്യിൽ 3 തേങ്ങ ദിനേശന് കൊടുത്തു കഴിഞ്ഞാൽ രാമുവിന്റെ കയ്യിൽ പിന്നെ എത്ര തേങ്ങയെന്ന് ഞാൻ ചോദിച്ചപ്പോ അവൻ പറയുവാ, രാമുവിന്റെ തേങ്ങ എണ്ണാനല്ല ഞാനിവിടെ വന്നത്, പഠിക്കാൻ വന്നതാണെന്ന്. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ സാറ് പോയി രാമുവിന്റെ തേങ്ങ എണ്ണ. ഈ വിദ്യാധരം മാഷിന് പോയി രാമുവിന്റെ തേങ്ങ എണ്ണാൻ പോണേ നിങ്ങളെ മകനെ. കാരണം ഇതുപോലൊരു മണ്ടൻ ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ലേ എന്റെ പൊന്നെ. ഇതാണ് കറക്റ്റ് മരവാഴ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു മരവാഴ ചെറുക്കൻ. അതാണ് ഞാൻ പറയാം, ചെറുക്കനെ കൊണ്ടേ പഠിക്കാൻ പറ്റൂല. അവൻ ബുദ്ധി കുറവാണ്, മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ച പണി പറയേണ്ടത് പാരമ്പര്യമാണോ? പാരമ്പര്യം എന്റെ ഒന്നും കിട്ടില്ല, അവളെ ഒന്നും കിട്ടിയതായിരിക്കും. ഒരു കുട്ടി സ്കിറ്റ് മുട്ടിയുന്നുണ്ട് കൊണ്ടേ കയറിട്ടെ. അല്ലല്ല, അത് സ്കിറ്റ് അല്ല. രാമുവിന്റെ തേങ്ങയായിരിക്കും. രാവിലെ തുടങ്ങിയല്ലോ, എന്ത് പറ്റി? അത് കൺഗ്രാജുലേഷൻ, വീണ്ടും അച്ഛനായിരിക്കുന്നല്ലേ? ഞാൻ വീണ്ടും അച്ഛനാകാൻ പോണു. അത് സാഗർ. അപ്പൊ ഇത് ഹാഷിർ. അപ്പൊ വാഴ 2. ये बनाने ഒരു പൂത്തരമോ, ये बनाने ഒരു കാത്തരമോ, ये बनाने ഒരു പൂത്തരമോ, ये बनाने ഒരു കാത്തരമോ. ഡാൻസ് കളിക്കണം നിന്നെ. വാഴ 2 ഹിറ്റായതിന്റെ സന്തോഷം. ഒരു കാര്യം പറയട്ടെ, ഈ വാഴ ഇങ്ങനെയായി. എന്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞ ഈ വാഴ 2 ആണ്. അക്കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. വാഴ ഇങ്ങനെയാണെങ്കിൽ വാഴ 2 തൂക്കിയിരിക്കും. വെറും തൂക്കല്ല, കൊലത്തൂക്ക്. ശരിക്കും പറഞ്ഞ വാഴ 2-ല് നമ്മുടെ അശ്വതി ചേച്ചി ആയിരുന്നല്ലോ അശ്വന്റെ ഉമ്മയായിട്ട് അഭിനയിച്ച. വീണ്ടും ഇവിടെ തിരിച്ച് അല്ല, സിനിമ തുടങ്ങുന്നത് അശ്വതിയുടെ മുഖത്ത് വാഴ 2. 2 അതില് ഹാഷിറിന്റെ ഉമ്മയായിട്ട് അഭിനയിച്ചത് അശ്വതിയാണ്. അതിലും വലിയ സന്തോഷം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ കോടി ക്ലബ്ബ് ഇടയ്ക്കും മുറയ്ക്കും വന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കിനി അഭിമാനിച്ച് പറയാൻ ചേച്ചി, കോമഡി മാസ്റ്റേഴ്സിനുണ്ട് ഒരു 100 കോടി അല്ലേ? എന്റെ മനസ്സ് പറയുന്നു അശ്വതിക്ക് ഈ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടും.
ടെലിവിഷൻ അവാർഡല്ലേ ചേച്ചി? അല്ല, അതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ ഇടയില് സത്യം പറയാം, സീരിയസ്ലി. താങ്ക് യു താങ്ക് യു. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. അത് ഭയങ്കര ഒരു വാക്കാണ്. പിന്നെ ഈ അവസരത്തിൽ എന്താണ് അശ്വതി ചേച്ചിക്ക് പറയാനുള്ളത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഫിലിമിൽ അഖില് പറഞ്ഞ പോലെ സിനിമ കാണാൻ പോയിരുന്നപ്പോഴേ ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ ഒരു വാഴ വെട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെയാണ് കാണുന്നത്. എനിക്ക് ആ മൊമെന്റ് വരെ അറിയില്ല ആ ഫിലിമിൽ അവിടെ ഞാനാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് പ്രിവ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലാണ് ആ സിനിമ കാണുന്നത്. ചേച്ചി അപ്പം ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ചേച്ചി. പിന്നെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം ഞങ്ങളുടെ സ്റ്റോറിയാണ് പോകുന്നത് സിനിമയില്. അപ്പൊ ഫസ്റ്റ് ഷോട്ട് എന്നെ കാണിച്ചിട്ട് ആ ഫിലിം പൊട്ടിയില്ലല്ലോ. 100 കോടി. അപ്പൊ ഐശ്വര്യമുണ്ട്, അതൊക്കെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ എന്തോ. ഒരു പേരൂടെ പറയണം, നമ്മള് കണ്ണൻ ചേട്ടൻ, കണ്ണൻ സാഗർ. കണ്ണൻ ചേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നുണ്ട്, റിക്കവറായി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അതും ഭയങ്കര സന്തോഷം. കണ്ണൻ ചേട്ടൻ നമ്മുടെ ഫ്ലോറിലെ ആളാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ഐശ്വര്യമാണ് ലേഡി. ഞാനാണ് ഇവളുടെ ആദ്യത്തെ നായകൻ. വേറൊരു കാര്യം വെച്ചാൽ മൊത്തത്തിലൊരു സന്തോഷം എന്താന്ന് വെച്ചാൽ ഈ സിനിമയിലും മെയിൻ ആയിട്ടുള്ള അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ആ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മിമിക്രിക്കാരാണ്. അതെ. പക്ഷെ നോബിച്ചേട്ടൻ അസീസൊക്കെ ഓൾറെഡി പടങ്ങൾ ചെയ്തു, അവര് ഫലിപ്പിച്ച് അങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് വാഴ ചെയ്തത്. പക്ഷെ നമ്മൾ ആരും അങ്ങനെ അല്ല. ഇപ്പൊ ബിജുക്കുട്ടൻ ചേട്ടൻ മാത്രമാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി വിനോദ് കെടാമെങ്കിലും, വിനോദേട്ടനാണെങ്കിലും, കണ്ണൻ ചേട്ടനാണെങ്കിലും, ഞാനാണെങ്കിലും ഒക്കെ, സെൽവൻ ചേട്ടനാണെങ്കിലും ഒക്കെ മിമിക്രിയിലെന്ന് വന്നിട്ട് ഒരു സിനിമയിൽ ഇത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിപിൻ ദാസ് സാറിനാണ് അതിന്റെ നന്ദി പറയേണ്ടത്. പുള്ളി ഇനിഷ്യേറ്റീവ് എടുത്ത് പുള്ളി അങ്ങനെ കാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടൂലായിരുന്നു. പിന്നെ വിപിനാണ് എന്നെയും ഗുരുവായൂരമ്പലം അതാണ് ജീവിതം മാറ്റി മറിക്കുന്നത്. സത്യം. ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു ഒരു ചേഞ്ചിങ് ഒരു ഇത് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണെന്ന് തോന്നി. പുള്ളി മിമിക്രിക്കാരെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിമിക്രിക്കാരെ സ്നേഹിക്കുന്ന ഇപ്പോഴത്തെ ഇതിലൊരു കാരണം എല്ലാരും പറയും മിമിക്രിക്കാർ സിനിമയിൽ വന്ന ഓവറാണ്, ഹിറ്റ് കളിച്ചിട്ട് പോകും. ഈ പറഞ്ഞ മിമിക്രിക്കാരാണ് ഇപ്പൊ വാഴ 1 വാഴ 2 സൂപ്പർ ഹിറ്റായിട്ട് പടം ചെയ്തുകൊണ്ട് അത് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. കാരണം വിപിനാണ് ഇത്രയും എനിക്ക് തോന്നുന്നു മിമിക്രിക്കാർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ളത് അല്ലേ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ 2-3 മെയിൻ ആർട്ടിസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാരും തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. എല്ലാരും പുതുമുഖങ്ങളാ. പക്ഷെ ഒരാളും ഒരു ഡയലോഗ് പറഞ്ഞിട്ടില്ല. പക്ഷെ 1 മാസത്തെ ഒരു എന്താ പറയാ വർക്ക്ഷോപ്പ് കഴിഞ്ഞിട്ട് പൊക്കൻ എല്ലാരും വന്നില്ലേ? എത്ര ആൾക്കാരാണ് അതിന്ന് കേറി വന്നത്. അപ്പൊ അതിന് അങ്ങനെ പറയണത് തന്നെ റോങ് ആണ്. ആർട്ടിസ്റ്റ് ആണ്, ഏത് മേഖലയിലാണെന്നല്ല പറയേണ്ടത്. ഇറ്റ്സ് നോട്ട് മിമിക്രി ആൻഡ് ഓൾ. നമുക്ക് മിമിക്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ജോണറാണ് സിനിമയില്. പക്ഷെ എന്ത് റോള് ചെയ്താലും ഈ വേദിയിൽ കിട്ടണ അശ്വതിക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അതിന് സൂപ്പർബായി അശ്വതി ആയിട്ടല്ല ചെയ്യണത്. അതുകൊണ്ടാണ് അശ്വതി യു ഹാവ് എ റേഞ്ച്. ആൻഡ് ഇവിടെ നിങ്ങളെ എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി നന്നായി സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഡയറക്ടർ അനുജ്, പിന്നെ ലാലിന്റെ ഒരു സ്ക്രിപ്റ്റ്. ലാലുവിന്റെ സ്ക്രിപ്റ്റ് അസാധ്യം സ്ക്രിപ്റ്റാണ്. എന്തായാലും ഭയങ്കര നൈസ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ചേച്ചി പറഞ്ഞാൽ അവാർഡുകൾ ലഭിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും സിനിമകളും ലഭിക്കട്ടെ, ചെയ്തോണ്ടിരിക്കുന്ന സിനിമകളും ഹിറ്റ് ആവട്ടെ. അതാണ് പറയുന്നത്. ഓക്കെ.